ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആയിട്ട് പോലും കൈപ്പങ്ങ ആർക്കും ഇഷ്ടമല്ലല്ലേ. അതിന് കാരണം കൈപ്പങ്ങ തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കയ്പ്പ് തന്നെ സഹിക്കാൻ പറ്റാത്ത കയ്പ്പാണല്ലേ. പിന്നെ തിളപ്പിച്ചൂറ്റിയിട്ട് കയ്പ്പ് കളയും. പക്ഷെ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കൈപ്പങ്ങൻ്റെ ഗുണം മുഴുവൻ ആ വെള്ളത്തിലൂടെ പോകൂലേ. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കൈപ്പങ്ങൻ്റെ ഗുണവും പോവില്ല, അതുപോലെ കയ്പും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൈപ്പങ്ങൻ്റെ കുരു കളയാം കേട്ടോ. ചിലർ കുരു കളയാതാണ് വെക്കുന്നത്. കൈപ്പങ്ങൻ്റെ കുരുവിനാണ് കൂടുതൽ കയ്പ്പ് ഉണ്ടാവുക. ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുരു കളഞ്ഞിട്ട് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കൈപ്പങ്ങ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള കേട്ടോ, ഒരു മീഡിയം വലിപ്പത്തിൻ്റെ കുറച്ച് കൂടുതൽ വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പങ്ങക്ക് ഒരു വലിയ സവാള കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, നല്ലതാണല്ലോ. കളറ് വേണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കട്ടോ. കുറച്ച് കഴിഞ്ഞേക്കന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിക്കുന്നത്. അങ്ങനെ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തുറന്നിട്ട് അടച്ചു വെക്കട്ടോ. അപ്പോൾ അടപ്പുമ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമുക്ക് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കട്ടോ. അല്ലാതെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കാരണം കൈപ്പങ്ങൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഏകദേശം എത്ര ഉപ്പാണ് വേണ്ടി വരിക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക കേട്ടോ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ അടക്കും തുറക്കുകയും ചെയ്ത് ഇളക്കി എടുത്ത് വേണം അത് വേവിക്കാൻ. ഇനിയിപ്പോൾ നമ്മുടെ കൈപ്പങ്ങൻ്റെ കയ്പ്പ് കളയാൻ നമ്മൾ ചേർക്കുന്നത് ഒന്ന് സവാള ആയിരുന്നു കേട്ടോ. രണ്ടാമത് തേങ്ങ ചിരവിയതാണ്. ഞാനിപ്പോൾ 1 കപ്പിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈപ്പങ്ങയിലേക്ക് നമ്മളൊരു വലിയ സവാള അതുപോലെ 1 കപ്പ് തേങ്ങ ചിരവിയതൊക്കെ ചേർക്കണം. തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കുക. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈപ്പങ്ങൻ്റെ കയ്പ്പുണ്ടല്ലോ ഈ തേങ്ങയിലേക്കും സവാളയിലേക്കും പിടിക്കും കേട്ടോ. കുറച്ച് സമയം നമ്മളിത് വെക്കണം. പക്ഷെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തന്നെ തിന്നുമ്പോൾ കുറച്ച് കയ്പ്പുണ്ടാവും കേട്ടോ. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഉച്ചക്കാണല്ലോ ചോറുന്ന്, അപ്പം എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കൈപ്പങ്ങയിലെ കയ്പ്പ് സവാളയിലേക്കും തേങ്ങയിലേക്കും മാറിയിട്ട് ഒരു പാകത്തെ കയ്പ്പായിട്ടുണ്ടാവും കേട്ടോ. അതായത് കൈപ്പങ്ങ ഇഷ്ടമുള്ളവർക്ക് പിന്നെ ഇങ്ങനെ തോരൻ വെച്ച് കൊടുത്താൽ നല്ല ഇഷ്ടമാവും. ഒരു പാകത്തെ കയ്പ്പാണ് ഉണ്ടാവുക. കൈപ്പങ്ങ പിന്നെ എന്ത് കാട്ടിയാലും കയ്പ്പില്ലാതിരിക്കില്ലല്ലോ, പക്ഷെ ഒരു രസമുള്ള കയ്പ്പാവും. അപ്പം ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു.